ഹലോ അസ്സാം വലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. രാവിലെ തന്നെ ഞാൻ ഈ പോകുന്നത് വേറെ എങ്ങോട്ടേക്കല്ല. നമുക്ക് ഇന്നും കുറച്ച് ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ ഗസ്റ്റ് അല്ല കേട്ടോ, നമ്മുടെ കൂട്ടുകാരന്മാരെ ഗസ്റ്റാണ്. ജെട്ടിയിലെത്തിയപ്പോഴേക്കും ഭയങ്കര കാറ്റ്, മഴക്കാലത്തിന്റെ മുന്നോടിയായിട്ടുള്ള കാറ്റുകളാട്ടോ ഈ എടുക്കണത്. കാറ്റ് കണ്ടപ്പോഴേക്കും ഇന്ന് നമുക്ക് ഗസ്റ്റിനെയും കൊണ്ട് ബംഗാരത്തേക്ക് പോകാൻ പറ്റുമോ എന്ന ചോദ്യചിഹ്നമായിട്ടാണ് ഞാൻ ജെട്ടിയിലേക്ക് കയറി ചെന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും കുഴപ്പമില്ല, ആദ്യത്തെ ബോട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. ബോട്ടിൽ കയറിയ എല്ലാ ഗസ്റ്റിനെയും ലൈഫ് ജാക്കറ്റ് ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് നമ്മുടെ ചെക്കന്മാരെ. ഇതൊക്കെ ബംഗാരത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ബോട്ടാട്ടോ. സേഫ്റ്റി ഫസ്റ്റ്, അതാണ് നമുക്ക് വലുത്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ചെക്കന്മാരൊക്കെ അവിടെ മീൻ പിടിക്കുന്നത്. ഇവിടെ നിന്ന് പോണ ഗസ്റ്റൊക്കെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണോ പോണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടിക്ക് നമ്മുടെ നാട്ടിലെ പോലീസുകാരനുണ്ട്. നമ്മൾ പോണ ബോട്ടാട്ടോ ഈ ഒരു ബോട്ട്. നേരത്തെ കണ്ട ബോട്ട് നമ്മൾ പോയതല്ല, നമ്മുടെ ചങ്ങായിമാർ പോയ ബോട്ടാ. അങ്ങനെ ബോട്ടിൽ കയറി പോണ വഴിക്കാണ് ഈ രണ്ട് ചെക്കന്മാരും കൂടി മീൻ പിടിക്കണമെന്ന് നമ്മൾ കണ്ടത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചെറിയ പിള്ളേരൊക്കെ കിടപ്പുറത്തുണ്ടാവും. നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ ഇതേപോലെ ഒരുപാട് പോയിട്ടുണ്ട്. അങ്ങനെ പുറത്തേക്ക് നമ്മൾ കടന്നത് കുറച്ച് കാറ്റുണ്ടായിരുന്നു, അത് കാരണം കുറച്ച് റഫ് ഉണ്ടായിരുന്നു. ഈ ബോട്ട് പോണ പോലെയാണ് നമ്മളെ ബോട്ടും പോണത്. കടലിന്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ചുറ്റും വെള്ളത്തിൽ കിടക്കണം നമുക്കിതൊക്കെ എന്ത്? പടച്ചോന്റെ കാവലുണ്ടെങ്കിൽ ക്യാമത്ത് നാൾ വരെ നമ്മുടെ തലമുറ ഈ നാട്ടിലുണ്ടാവും. അങ്ങനെ സാൻഡ് ബാങ്കിൽ ചെന്ന് ഇറങ്ങി എനിക്ക് ആദ്യം കണ്ടത് നമ്മുടെ ചങ്ങായിമാരെ ആട്ടോ. ഇവർക്കും അവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന ആൾക്കാരെല്ലാം വന്നേക്കണത് സാൻഡ് ബാങ്ക് കാണാനാട്ടോ. അതിന്റെ ഇടക്കാണ് നമ്മുടെ ചങ്ങായിമാരെ കണ്ടത്. ഏത് മൂട്? ഇതൊക്കെ നമ്മുടെ ചെക്കന്മാരാട്ടോ. ഇവിടെ വന്നിട്ട് പൊളിക്കാണ് ടീം. ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ഇതുപോലെ ഇരിക്കാൻ ആഗ്രഹിക്കണവരാണോ നിങ്ങൾ? എങ്കിലിങ്ങ് വാ. അതും കഴിഞ്ഞ് ബോട്ടിന്റെ അടുത്തേക്ക് ചെന്ന് എനിക്ക് തൊട്ടടുത്തുള്ള ബോട്ടിൽ നിന്ന് ഒരു കട്ടൻ ചായം കിട്ടി. ഇതാട്ടോ നമ്മുടെ മൊയിലാളിമാര്. ഇവരെ ഗസ്റ്റിന്റെ ഗൈഡായിട്ടാണ് ഞാൻ വന്നേക്കണത്. നമ്മുടെ ചങ്ങായിമാരൊക്കെ വല്ലാത്ത ചർച്ചയിലാട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് തിണ്ണകരയിലേക്ക് പോയപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. ഈ നടത്തണത് ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചയൊന്നും അല്ല കേട്ടോ. ഓരോ ഗസ്റ്റ് കടലിലേക്ക് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവര് കയറുന്നത് വെയിറ്റും ചെയ്തിട്ടാണ് നമ്മുടെ ചെക്കന്മാർ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഫുഡും കഴിച്ച് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നേരെ ബോട്ടിലേക്ക്. ഇന്ന് എൻ്റെ ഒപ്പമുള്ള ഗസ്റ്റുകൾ സാക്ഷാൽ പത്മനാഭൻ സ്വാമിയുടെ നാട്ടിൽ നിന്നുള്ളവരാട്ടോ. അതേപോലെ തന്നെ കാൽപന്ത് കളിയുടെ രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന മലപ്പുറത്തിൽ നിന്നുണ്ട് കേട്ടോ നമുക്ക് ആൾക്കാർ. അങ്ങനെ ഒരു കട്ടൻ ചായം കുടിച്ച് നമ്മൾ നേരെ നാട്ടിലേക്ക്. പിറ്റേന്ന് വൈകുന്നേരം നമ്മൾ ഈ പോണത് കൽപ്പറ്റി ഐലൻഡിലേക്കാട്ടോ, വിത്ത് ഗ്ലാസ് ബോട്ട്. എൻ്റെ നാടിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ഒരു ഐലൻഡ്. ഏകദേശം അരമണിക്കൂറിന് മുകളിലേക്ക് യാത്ര ചെയ്താലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഇന്നലെ ബംഗാരത്തേക്ക് പോയ ഗസ്റ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ കൽപ്പറ്റിയിലേക്ക് പോണത്. വൈകുന്നേരം 4 കഴിഞ്ഞപ്പോഴാണ് ഇവരെ കൊണ്ടുവന്ന മൂലാളി നമ്മളെ വിളിച്ച് ചോദിച്ചത് ഇവരൊപ്പം കൽപ്പറ്റി പോകാൻ പറ്റുമോ. പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ ഒറ്റ വിടല്. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ ഈ ഒരു ആമക്കുട്ടനെയും കണ്ടു കിട്ടും. അതും കഴിഞ്ഞ് നമ്മൾ പോണത് കൊറൽസിന്റെ അടുത്തേക്കാണ്. നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും ഒരുപാട് ബോട്ട് അവിടെ ക്യൂ നിൽപ്പുണ്ട്. എന്നാൽ പിന്നെ അവർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാമെന്ന് ഓർത്ത് നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമുക്കുള്ള അവസരം ആയപ്പോഴേക്കും നമ്മൾ അവർക്ക് കടലിനടിയിലുള്ള മീനുകളെയും കല്ലുകളെയും കാട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞ് അവർ കുറച്ച് ഫുഡും മീനിന് കൊടുത്തു. ഫുഡ് എന്ന് പറയുമ്പോൾ വേറൊന്നും അല്ല കേട്ടോ, ബിസ്ക്കറ്റാണ്. 5 റുപ്യാന്റെ ബിസ്ക്കറ്റാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കോറൽസിനെയും കാട്ടി അവരെ ഹാപ്പി ആക്കിയിട്ട് നമ്മൾ നേരെ പോയത് കൽപ്പറ്റിയിലേക്കാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരുപാട് ബോട്ടുകൾ അവിടെ വന്ന് നിൽപ്പുണ്ട്. കൽപ്പറ്റിയിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല കേട്ടോ, പക്ഷെ ഇതൊക്കെ നമ്മൾ കാണണം. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പഠിച്ചോനുണ്ടാക്കി വച്ചേക്കണത്. ആൾതാമസം ഇല്ലാത്ത എല്ലാ ഐലൻഡിലും ഈ കാണുന്ന അശോക സ്തംഭം ഉണ്ടാവും. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ബീക്കുഞ്ഞിപ്പാറ ഉള്ളത് ഈ ഒരു നാട്ടിലാട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എന്റെ ചങ്ങാനെ ഞാൻ അവിടെ നിന്ന് കണ്ടത്. ചങ്ങായി എന്ന് പറയുമ്പോൾ വെറും ചങ്ങായി അല്ല കേട്ടോ, ഹബീബായ ചങ്ങാതി. ഓന്റെ ഒപ്പം ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. ഓരെ കണ്ടപ്പോൾ ഓരോ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം എനിക്ക് തോന്നി കേട്ടോ. കല്യാണം കഴിഞ്ഞ ഹണിമൂൺ ട്രിപ്പിനാണ് അവര് വന്നതെന്ന് നമുക്ക് തോന്നണത്. സ്ഥലത്താണ്, അടിപൊളിയാണ്, നൈസാ. ഞാൻ ഇന്ന് മോർണിംഗ് സ്കൂബ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലൈഫിലും വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. പിന്നെ എല്ലാവരും ലക്ഷദ്വീപുകാരൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ബോട്ടിലേക്ക്, ഇനി നേരെ നാട്ടിലേക്കാട്ടോ. പോണ വഴിക്കാണ് നമ്മൾ ഈ ഒരു സാധനവും കൂടി കണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ.